2026 ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഏറിയിട്ടും ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 2026 ജൂൺ മാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർത്തിക, ഉത്ര, ഉത്രാട്. ഇതൊക്കെ സൂര്യന്റെ നക്ഷത്രങ്ങളാണ്. ഇവർ ജൂൺ മാസത്തിലൊക്കെ ജോലി സ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ ഒഴിവാവാൻ ശ്രമിക്കണം. അതുപോലെ മേലുദ്യോഗസ്ഥന്മാരായിട്ടും സഹപ്രവർത്തകരായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാക്ക് തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. പിന്നെ അടുത്ത നക്ഷത്രങ്ങൾ മകം, മൂല, അശ്വതിയാണ്. ഇതൊക്കെ കേതുവിന്റെ നക്ഷത്രങ്ങളാണ്. ഈ മാസം സാമ്പത്തിക കാര്യങ്ങളൊന്നും വലിയ അമിതമായ ആത്മവിശ്വാസമൊന്നും വേണ്ട. പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും നിക്ഷേപങ്ങൾ നടത്തുന്നതിലൊക്കെ ജാഗ്രത വേണം. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകിച്ചും വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാതെ നോക്കണം. അടുത്ത നക്ഷത്രങ്ങൾ ചതയം, പൂരുരുട്ടാതിയാണ്. ഇത് ശനി സ്വാധീനമുള്ള നക്ഷത്രങ്ങളാണ്. ജോലിയിൽ കൂടെ ഉത്തരവാദിത്ത വരാനുണ്ട്, സാധ്യതയുണ്ട്. അതുപോലെ സമയത്തിന് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ടേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അനാവശ്യ യാത്രയൊക്കെ ഈ മാസം ഒഴിവാക്കുന്നതും നല്ലതാണ്. ഈ ദോഷപരിഹാരങ്ങൾ ചില ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്യണം. ദിവസവും നാമം ജപിക്കുക. അവനാന്റെ നക്ഷത്രത്തിന് അനുയോജ്യമായ ദേവതയാണ്, ആ ദേവതയെ ആരാധിക്കുക. പിന്നെ ചൊവ്വാഴ്ച വ്രതം എടുക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ പോവുക. ചൊവ്വാഴ്ച ഭഗവാന് വെറ്റിലയും അടയ്ക്കൊക്കെ നിവേദിക്കുക, വഴിപാടായിട്ട് കൊടുക്കുക. ഇതൊക്കെ തടസ്സം നീങ്ങാൻ സഹായിക്കും. പിന്നെ ദാനധർമ്മങ്ങൾ ബുധനാഴ്ചകളിലൊക്കെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകുന്നത് ബുധന്റെ ദോഷഫലം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പ്രകൃതിയായിട്ട് അടുക്കുക, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പരിപാലിക്കുക എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ഇത് പൊതുവായ ഒരു ഗ്രഹനില മാത്രമാണ്. ഓരോരുത്തരുടെ വ്യക്തിഗതമായ ജാതകമൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം. നിങ്ങളെ നക്ഷത്രം ഇതിലുണ്ടോ നോക്കുക. ഭയപ്പെടുന്നു വേണ്ട. കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. നന്ദി.